വെയിറ്റ് റൂമിലൊക്കെ നിറച്ച് വെള്ളമായിരുന്നു പിന്നെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ഇത് കാണുന്ന കാഴ്ച വെള്ളപ്പൊക്കം കയറിയിട്ട് എന്താണ് ഒരു വിധത്തിലും പറ്റണില്ല. വളരെ ദയനീയാവസ്ഥയാണ്. കാരണം വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ സ്വർഗമാണ്. നമ്മൾ വയനാടാണ്, മാനന്തവാടി വയനാടാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ഭയങ്കര ദയനീയാവസ്ഥ. കാരണം ഇത് മെട്രോ സിറ്റിയാണ്. ഈ മെട്രോ സിറ്റിയിൽ പിന്നെ ഒരു KSRTC സ്റ്റാൻഡ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണിത്. ചെയ്തിട്ടുണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരേതെങ്കിലും ഒരു ചെയ്തെന്ന് പറയുന്ന ഒരു പ്രവർത്തകരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു സ്ലാവ് ഒന്ന് ഇപ്പോൾ വെറുതെ പൊക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ചെയ്തിട്ടുണ്ടായില്ല എന്നുള്ളത്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിളിച്ചു കൊണ്ടുവന്ന് ചോദിക്കണം. ആ സ്ലാവ് പൊക്കി നോക്കി കഴിഞ്ഞാൽ വേസ്റ്റ് അവിടെ തന്നെ ഉണ്ടാവും. അതപ്പോൾ ഉണ്ടാവുള്ളൂ. അവർ ചെയ്തെന്ന് പറയണതൊക്കെ വെറുതെ ഇരിക്കുള്ളൂ. നമ്മളിപ്പോൾ കാണുന്നതല്ല, രാവിലെ വന്ന് അവർ അറ്റൻഡ് ചെയ്ത് അവർ പോണ്, അവർ ചെയ്യണം എന്ത് ജോലിയാണ്? ആരും ജോലിയൊന്നും ചെയ്യാറില്ല. ഇപ്പം KCB-കാർ വന്നിട്ട് മരം വെട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവർ വെട്ടാനില്ല, ആവശ്യമില്ലാത്തവർക്ക് തന്നെ അവർ വെട്ടിക്കൊണ്ടിരിക്കണത്. അതിനെക്കുറിച്ചിട്ട് അവരോട് തന്നെ ചോദിക്കണം. മഴ ദുരിതങ്ങൾ ഇന്നലെ വളരെയധികം എല്ലാ ജനങ്ങൾക്കും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഈ കൊച്ചി നഗരത്തിനെ പറ്റി പറഞ്ഞാൽ എല്ലായിടത്തും വെള്ളക്കെട്ടായിരുന്നു. ഇന്നിപ്പോൾ തൃക്കാക്കര നോക്കിയാലും എറണാകുളം നോക്കിയാലും എല്ലായിടത്തും വെള്ളക്കെട്ട് തന്നെയാണ്. കാരണം എല്ലാവരും റോഡിൽ തന്നെ ദുരിതത്തിൽ ആയി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഇന്നലെ വൈകിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഓടയൊന്നും ശരിയാക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓടയൊക്കെ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര അവസ്ഥ വരില്ല. എന്നുവെച്ചാൽ ഉള്ള ഓടയൊക്കെ വലിയ ഓടയാണ്, പഴയതിലും നല്ല രീതിയിലൊക്കെ പണിതേക്കുന്ന ഓടകളാണ്. അത് വൃത്തിയാക്കിയിട്ടടുത്ത് ഈ വെള്ളം കംപ്ലീറ്റ് ആ ഓടയിൽ കൂടി തന്നെ പോയി വെള്ളക്കെട്ടില്ലാത്ത രൂപത്തിൽ ആൾക്കാർക്ക് ഗതാഗതം സുഖമായിട്ട് പോകാം. കുഞ്ഞു മഴ പെയ്താലും ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയാണ് കണ്ടു പോന്നേക്കുന്നത്. നമസ്കാരം, പഴം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇടവപ്പാതി തുടങ്ങിയിട്ടില്ല. ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ കേരളമാകെ മഴ തകർത്ത് പെയ്യാൻ തുടങ്ങിയിട്ടേയുള്ളൂ. മഴയെ നേരിടാൻ കേരളം സജ്ജമാണോ എന്ന സംശയം ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് കൊച്ചിയിലും തിരുവനന്തപുരത്തും തൃശൂരും മഴക്കാല മുൻകരുതൽ എടുത്തിട്ടില്ല എന്ന് ഒറ്റ മഴയിൽ തന്നെ തെളിയുന്നു. തൃശൂരിൽ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തെക്കുറിച്ച് ഭരണ പ്രതിപക്ഷ തർക്കം. കൊച്ചിയിൽ കൗൺസിലർമാർ ഇറങ്ങി ഓടകൾ വൃത്തിയാക്കുന്നു. തലസ്ഥാനത്ത് സ്മാർട്ട് സിറ്റിയാക്കാൻ 8 റോഡുകൾ തലങ്ങും വിലങ്ങും കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു. ദേശീയപാതയിൽ നിർമ്മാണത്തിനിടെ റോഡുകൾ ഇടിയുന്നു. തോരാ മഴയെ നേരിടാൻ സർക്കാർ ഉണരേണ്ട സമയമായില്ലേ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. തോരാ മഴയെ നേരിടാൻ സർക്കാർ ഉണരേണ്ട സമയമായില്ലേ എന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് മഴ തകർത്ത് പെയ്യുന്നത്. ഈ മഴയിൽ കൊച്ചി നഗരം മുങ്ങി. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ തലസ്ഥാനത്ത് നിറയെ ചെളി നിറഞ്ഞു. കാരണം 8 റോഡുകൾ ഇപ്പോഴും പണി പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തെ സ്മാർട്ട് സിറ്റിയാക്കാൻ അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കമാണ് തൃശൂർ നഗരത്തിൽ ഉണ്ടായത്. അശ്വിനി ഹോസ്പിറ്റലിൽ വെള്ളം കയറി. ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിലുള്ള തർക്കം തൃശൂരിൽ നടക്കുന്നു. കോർപ്പറേഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം വരുന്നു. എന്നാൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നിട്ടുണ്ട് എന്ന് ഭരണപക്ഷം പറയുന്നു. കൊച്ചിയിലും ഇത് തന്നെയാണ് കാണുന്നത്. ഭരണ പ്രതിപക്ഷ തർക്കമുണ്ട്. മഴക്കാലത്തിന് മുൻപുള്ള ഒരുക്കങ്ങൾ, ഓടകൾ വൃത്തിയാക്കുന്നത് പോലെയുള്ള ഒരുക്കങ്ങൾ നടന്നിട്ടില്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ഉണ്ട് എന്ന് ഭരണപക്ഷം പറയുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഈ റോഡുകളുടെ പ്രശ്നമാണ് കൂടുതൽ വഷളാക്കിയിരിക്കുന്നത്. മുൻകരുതൽ എന്തുകൊണ്ട് പാളി? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. ദീപ്തി മേരി വർഗീസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതാവ്, കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ. രാജഗോപാൽ കമ്മത്ത് ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ചേരുന്നുണ്ട്. BJP നേതാവായ BG വിഷ്ണു ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അശ്വിനി ഹോസ്പിറ്റലിന്റെ തൃശൂർ PRO ചേരും തത്സമയം തൃശൂരിൽ നിന്ന്. PK ഷാജൻ CPMന്റെ കൗൺസിലറാണ്. അദ്ദേഹം തൃശൂരിൽ നിന്ന് ടെലിഫോൺ ലൈനിലും പ്രതികരിക്കും. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, എന്താണ് ഇന്നലെ കൊച്ചിയിൽ സംഭവിച്ചത്? കൊച്ചിയിൽ ഈ വെള്ളപ്പൊക്കം ഒരു പുതിയ കാര്യമൊന്നുമല്ല. വീടുകളിൽ, നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്നതും പുതിയ കാര്യമല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇത്രമാത്രം വെള്ളപ്പൊക്കം ഉണ്ടാകേണ്ട ഒരു സ്ഥിതിവിശേഷം, അത്ര മഴ ഇന്നലെ കൊച്ചി നഗരത്തിൽ പെയ്തിരുന്നു? മഞ്ജുഷ്, ഇത് അപ്രതീക്ഷിതമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം കൊച്ചി നഗരത്തെ സംബന്ധിച്ച് ഇതിലും ശക്തമായ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ചെയ്യേണ്ടിയിരുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് നഗരത്തിനകത്ത് ചെറിയ കാനകളുണ്ട്, അതേപോലെ വലിയ തോടുകളുണ്ട്.
ഈ തോടുകളിൽ പലതും സ്ലാബ് ഇട്ട് മൂടിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. സ്ലാബ് ഇട്ട് മൂടിയിരിക്കുന്നത് തന്നെ വലിയ വീതിയിൽ വലിയ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെയൊന്നും ഈ ക്ലീനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ അത്തരത്തിൽ ചെയ്തു. അവിടെ സ്ലാബ് പൊക്കി ചെയ്യുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അതവിടെ നിൽക്കട്ടെ. പ്രധാനപ്പെട്ട തോടുകൾ എന്ന് പറയുന്നത് കൊച്ചി നഗരത്തെ സംബന്ധിച്ച് ചങ്ങാടംപോക്ക്, തേവര പേരണ്ടൂർ കനാൽ, അതേപോലെ മാന്ദ്ര കനാൽ, കൊച്ചിയിലുള്ള മാന്ദ്ര കനാൽ തുടങ്ങി പ്രധാനപ്പെട്ട തോടുകളുണ്ട്. ഇന്നിപ്പോൾ കൊച്ചിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ, കൗൺസിലർ അംഗങ്ങൾ പോയി വൃത്തിയാക്കേണ്ടി വന്നത് പോളപ്പായലാണ്. പോളപ്പായൽ എന്ന് പറഞ്ഞാൽ ഈ തോടിന്റെ മുകൾ ഭാഗത്ത് മാത്രമുള്ള ഒരു പായലാണ്. അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അതുപോലും ക്ലീൻ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഡീപ് ഡീസിൽറ്റിംഗ് ചെയ്യണം. വേനൽക്കാലത്ത് തന്നെ, അല്ലെങ്കിൽ മഴ വരുന്നതിന് മുൻപ് തന്നെ ഡീപ് ഡീസിൽറ്റിംഗ് ചെയ്തുകൊണ്ട് എല്ലാ വലിയ തോടുകളും ക്ലീൻ ചെയ്താൽ മാത്രമേ വെള്ളം ശരിയായ രീതിയിൽ ഒഴുകി കായലിലേക്കോ കടലിലേക്കോ എന്തുകൊണ്ട് സംഭവിച്ചു? എന്തുകൊണ്ട് അത് ചെയ്യാതിരുന്നു? ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ? അങ്ങനെയും കേൾക്കുന്നുണ്ട്. തൃശ്ശൂരിൽ അങ്ങനെ ചില കൗൺസിലർമാർ പറയുന്നുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പണം സാങ്ഷൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു, അതുകൊണ്ട് നടന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ, ഞാൻ സന്ദർഭവശാൽ പറയട്ടെ, കൊച്ചിയിൽ പ്രതിപക്ഷത്തെ കൗൺസിലറാണല്ലോ താങ്കൾ, പക്ഷേ ഭരണപക്ഷത്തെ കൗൺസിലർമാരെ വിളിച്ചിരുന്നു ഈ ചർച്ചയിൽ ഒന്ന് പങ്കെടുക്കൂ, എന്താണ് പ്രശ്നമെന്നറിയാൻ. ഞങ്ങൾ വലിയ തിരക്കിലാണ്, ഞങ്ങൾക്ക് ഈ സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്, ഓടകൾ വൃത്തിയാക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് കൗൺസിലർമാരും അതുപോലെ തന്നെ മേയർ പോലും പറയുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവർ എന്ത് ചെയ്യുകയായിരുന്നു? ഇത്രയും ദിവസം എന്താണ് കൊച്ചിയിൽ ഇങ്ങനെ മുന്നൊരുക്കം? ഇങ്ങനെ ഒരു മഴ പെയ്യുമെന്നുള്ള കാര്യം അറിയാമായിരുന്നുവല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇപ്പോൾ കൗൺസിലർമാർ തന്നെ തങ്ങളുടെ വാർഡുകളിൽ എവിടെയൊക്കെയാണ് ഇങ്ങനെ മുന്നൊരുക്കം വേണ്ടത്, എവിടെയൊക്കെ ഓടകൾ വൃത്തിയാക്കണമെന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു രീതി. ഇതൊന്നും ഇത്തവണ നടന്നില്ലേ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതിന് ഇലക്ഷനുമായി യാതൊരു ബന്ധവുമില്ല മഞ്ജുഷ്. അതൊക്കെ വാസ്തവരഹിതമായ കാര്യങ്ങളാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഇപ്പോ കൊച്ചിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇതിന് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ഏത് കോൺട്രാക്ടറാണ് ഇത് ചെയ്യേണ്ടത്? മുൻകൂർ അനുമതിയാണ് കൊടുക്കുന്നത്. മേയർ ആന്റിസിപ്പേറ്ററി അനുമതിയാണ് കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിൽ അനുമതി കൊടുത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ മെയ് മാസം ഇന്നത്തെ ഡേറ്റ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഇന്നലെ എന്റെ ഡിവിഷനിൽ, എന്റെ വാർഡിൽ, അവിടെ ഏറ്റവും വലിയ തോട് ചങ്ങാടംപോക്ക് തോട് എന്ന് വെച്ചാൽ നഗരത്തിലെ പ്രധാനപ്പെട്ട എടപ്പള്ളി മുതലുള്ള അങ്ങനെ കണക്ട് ചെയ്ത് പ്രധാനപ്പെട്ട നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഒക്കെ കണക്ട് ചെയ്ത് വരുന്ന ഒരു തോടാണ്. അപ്പോൾ അവിടെ ഇന്നലെ ക്ലീനിങ് തുടങ്ങിയിട്ടില്ല, ക്ലീനിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ ഒരു മെഷീനറിയുമായി, ഒരു ചെറിയ മെഷീനറിയുമായി വന്നു. ചില ആളുകൾ തൂമ്പയുമായിട്ടാണ് വന്നിരിക്കുന്നത് വലിയ തോട് ക്ലീൻ ചെയ്യാൻ. ശരിയായ രീതിയിലുള്ള എക്യുപ്മെന്റ് ഇല്ല. നഗരസഭയ്ക്ക് 6.5 കോടി രൂപ കൊടുത്തിട്ട് ഒരു എക്യുപ്മെന്റ് കഴിഞ്ഞ തവണ വാങ്ങിച്ചു. നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പത്രമാധ്യമങ്ങളും കവർ ചെയ്തതാണ്. കഴിഞ്ഞ തവണ റോബോട്ടിനെ കൊണ്ടുവരുന്നു. ഇത് സക്ക് ചെയ്യുന്ന മെഷീനാണ്. ഇത് MG റോഡ് പോലെ, കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട MG റോഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ മെഷീൻ, ഇതിന്റെ ഒരു ചെറിയ ഒരു ട്യൂബ് ഉപയോഗിച്ച് ഇത് മുഴുവൻ വലിച്ച് സക്ക് ചെയ്തെടുത്ത് മുഴുവൻ ചെളിയും ക്ലീൻ ചെയ്യും. ഒക്കെ ശരിയാണ്. 6.5 കോടി രൂപയാണ് ചെലവാക്കിയത്. ഇന്നലെ എന്റെ ഈ ചങ്ങാടംപോക്ക് തോട് ക്ലീൻ ചെയ്യാൻ ഈ മെഷീൻ ചോദിച്ചപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് ആ മെഷീൻ നഗരസഭയിൽ ഇല്ല എന്നാണ് പറയുന്നത്. റിപ്പയർ ചെയ്യാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി റിപ്പയർ ചെയ്യാൻ കൊടുത്തു എന്നാണ് വിവിധ കൗൺസിലർമാർ ചോദിക്കുമ്പോൾ പറയുന്നത്. ഇതിന് മറുപടി എന്തായാലും ഭരണപക്ഷത്തെ കൗൺസിലർമാരോ അല്ലെങ്കിൽ മേയറോ പറഞ്ഞേ തീരൂ. മേയറെ ടെലിഫോൺ ലൈനിൽ വിളിക്കാം, മേയർക്ക് തിരക്കാണെന്നാണ് എപ്പോഴും പറയുന്നത്. കൊച്ചി മേയർക്ക് എപ്പോഴും തിരക്കാണ്, അദ്ദേഹത്തെ ടെലിഫോണിൽ പോലും കിട്ടാൻ പ്രയാസമാണ്. അദ്ദേഹം ഇതിനൊക്കെ മറുപടി പറഞ്ഞേ പറ്റൂ. ശരി ശരി. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ഇത് തെരഞ്ഞെടുപ്പും താങ്കൾ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ജില്ലയിൽ പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ചെയ്യേണ്ട ഈ പ്രവർത്തനം മെയ് ആയിട്ടും ചെയ്തിട്ടില്ല. നമുക്ക് വേനൽ മഴ കിട്ടാറുണ്ടല്ലോ, വേനൽക്കാലത്ത് മഴ ഉണ്ടാവാറുണ്ട്. മഴ എപ്പോഴാ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യേണ്ടതല്ലേ? ഇത് പല തവണയായി പല ജില്ലകളിൽ
സ്ഥലങ്ങളിലായി ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള ഒരു മെട്രോ നഗരത്തിൽ ബസ് സ്റ്റാൻഡ് പോലും മുങ്ങിപ്പോവുകയാണ്. ഞാൻ പറയുന്നത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പരിഹാരം കാണുന്നതിന് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? 9 കോടി രൂപയോളം ഈ നഗരസഭ വന്നതിന് ശേഷം ചെലവാക്കിയിരിക്കുന്നു. അത് എവിടെയാണ് പോയത്? ഇപ്പോഴും മുല്ലശ്ശേരി കനാൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട തോട്, അതാണ് നമ്മളുടെ കായലിലേക്ക് കണക്ട് ചെയ്ത വരുന്ന MG റോഡിലൂടെ പാസ് ചെയ്യുന്ന KSRTC ബസ് സ്റ്റാൻഡിലൂടെ പാസ് ചെയ്യുന്ന മുല്ലശ്ശേരി കനാൽ റോഡ് ചെന്ന് നോക്കണം. അവിടെ ഇപ്പോഴും മുഴുവൻ പൊളിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായി പണി ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്താണ് നഗരസഭ ഇതിന്റെ അകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത്? ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്കാണ്. സംസ്ഥാന ഗവൺമെന്റ്, തദ്ദേശ വകുപ്പ് മന്ത്രി എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇടപെടാത്തത്? അദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്വമില്ല. അദ്ദേഹം ഇവിടെ കൊച്ചി നഗരത്തില് ബ്രഹ്മപുരം കത്തിയ സമയത്ത് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹം വന്ന് പത്രമാധ്യമങ്ങളെ കണ്ടുപോയി. ബ്രഹ്മപുരത്ത് ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ്. അവിടെ വേസ്റ്റ് കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ രോഗങ്ങൾ കൊണ്ട് ആ പ്രദേശവാസികൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. ഇപ്പോ എന്തുകൊണ്ട് അവിടെ ബയോമൈനിങ് നടക്കുന്നില്ല? അപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തികഞ്ഞ അനാസ്ഥയാണ് ഇതിന്റെ അകത്ത് കാണിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് നഗരസഭകൾക്ക് കൃത്യമായി ചെയ്യാത്ത നഗരസഭകൾക്ക് നിർദ്ദേശം കൊടുത്ത് ചെയ്യിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? മേയർ എന്ന് പറയുന്നത് പൂർണ്ണ പരാജയമായിരിക്കുന്നു. കൊച്ചിയിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് പരാജയമല്ലേ? തിരുവനന്തപുരത്ത് ഒരു മേയർ ഉള്ളത് KSRTC ബസ് തടയാനാ പോകുന്നത്. ഇപ്പോഴും SFIക്കാരിയാണെന്നാണ് വിചാരം. അവർക്ക് ഇപ്പോഴും താൻ ഒരു മേയർ ആണെന്നോ താൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നോ ഉള്ള തോന്നല ആ കുട്ടിക്ക് വന്നിട്ടില്ല. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് വിചാരം. അവിടെ ബസ് തടയാനും അതുപോലെ ഡ്രൈവറിനെ ചീത്ത വിളിക്കാനും പോവുകയാണ്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തുണ്ടായ ഈ വെള്ളക്കെട്ട്? സ്മാർട്ട് സിറ്റിയുടെ പണി കഴിഞ്ഞ മാർച്ചിൽ തീർക്കുമെന്നായിരുന്നല്ലോ ഗവൺമെന്റ് പറഞ്ഞിരുന്നത്. അവിടെ റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു. അവിടെ ഈ മഴ വരുമെന്ന് അറിഞ്ഞിട്ടും ഒരു കാന, ഞാൻ ചോദിക്കുന്നത്, ചെറു കാനകൾ പോലും കോരാൻ എന്തുകൊണ്ടാണ് ഒരു നഗരസഭ മടിക്കുന്നത്? പരാജയമാണ് ദീപ്തി. ശരിയാണ്, പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. കൊച്ചിയേക്കാൾ ഗുരുതരമാണ് തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ സ്ഥിതി. ഞാൻ നേരിട്ട് കാണുന്നതാണ് ഓരോ ദിവസവും. 8 റോഡുകളാണ് പൊളിച്ചിട്ടിരിക്കുന്നത്. എന്നാണ് ഈ പണി പൂർത്തിയാക്കുന്നത് എന്ന് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞിരിക്കുകയാണ് ജൂൺ 15ഓടെ എല്ലാ റോഡുകളും തുറക്കുമെന്ന്. അവിടെ പോയി നോക്കിയാൽ അറിയാം ഇപ്പോഴത്തെ റോഡുകളുടെ സ്ഥിതി എന്താണെന്ന്. എന്നിട്ട് വെറുതെ അങ്ങ് പറഞ്ഞേക്കുകയാണ് ജൂൺ 15-ാം തീയതി ഞങ്ങൾ എല്ലാ റോഡും തുറക്കാൻ പോവുകയാണെന്ന്. ഈ റോഡുകളുടെ സമീപത്ത് സ്കൂളുകൾ ധാരാളമായി ഉള്ളതാണ്. ഇനി ജൂൺ 3 കൂടി ആവുമ്പോൾ, സ്കൂൾ തുറക്കുന്ന ദിവസം കൂടി ആവുമ്പോൾ എന്താകുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് തലസ്ഥാനത്ത്. കൊച്ചി നഗരത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ നഗരം മുങ്ങുന്നു എന്നതുപോലെ തന്നെ ഇവിടെ ചെളി നിറഞ്ഞ് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ. ഡോക്ടർ ബി ജയരാജ്, താങ്കളും എല്ലാ ദിവസവും നടക്കുന്ന സ്ഥലമാണല്ലോ. ഇത് വെറുതെ പറയുന്ന കാര്യമല്ലല്ലോ. കഴിഞ്ഞ തവണ മന്ത്രി പറയുന്നത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഈ വരുന്ന 20 ദിവസം 25 ദിവസം കൊണ്ട് എങ്ങനെ പണി പൂർത്തിയാക്കാനാണ്? ഇത്രയും നാൾ ഇഴഞ്ഞു നീങ്ങിയിട്ട് ഇപ്പോൾ ഈ മഴ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പോവുകയാണോ? ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ പറയുന്നത്? ഇതിനകത്ത് വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മാർട്ട് സിറ്റിയുടെ പണി തുടങ്ങിയിട്ട് ആദ്യത്തെ കോൺട്രാക്ടർ ഡിലേ വരുത്തിയപ്പോൾ അത് മാറ്റിയിട്ട് പുതിയൊരു കോൺട്രാക്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ദ്രുതഗതിയിൽ തന്നെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. രാവും പകലും പണി നടക്കുന്നുണ്ട്. PW മിനിസ്റ്റർ മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ പോലീസ് ക്ലബ്ബ് കഴിഞ്ഞ്, ട്രിവാൻഡ്രം ക്ലബ്ബ് കഴിഞ്ഞ്, ശ്രീമൂലം ക്ലബിന്റെ അവിടെ ഒരു ഇച്ചിരി ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത്. ബാക്കി അങ്ങേറ്റം കോട്ടൺ സ്കൂൾ വരെയുള്ള റോഡ് ഏകദേശം 2-3 ദിവസത്തിനകത്ത് വെച്ച് ഓക്കെ ആവുന്നതാണ്. ഇന്ന് ഞാനിപ്പോ ബൈക്കിൽ അവിടെ വരെ. ഡോക്ടർ ബി ജയരാജ്, ദീപ്തിയെ പറ്റിക്കണ്ട. കാരണം ദീപ്തി മിക്ക ആഴ്ചയും തലസ്ഥാനത്ത് വരുന്ന ആളാണ് കൊച്ചിയിൽ നിന്ന്. ദീപ്തി നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണല്ലോ. താങ്കൾ ഇന്ദിരാഭവനിൽ വരുന്നതാണല്ലോ പല ദിവസങ്ങളിലും. ജയരാജ് പറഞ്ഞതിനോട് താങ്കൾക്ക് വിശ്വാസം തോന്നുന്നുണ്ടോ ഈ 15-ാം തീയതി ആകുമ്പോഴേക്ക് റോഡെല്ലാം തുറന്നു കൊടുക്കുമെന്ന്? അല്ല, ഞാൻ ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ മാർച്ച് മാസത്തിൽ ഇത് തീർക്കുമെന്ന് പറഞ്ഞതായിട്ടാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ, മാർച്ച് മാസത്തിനുള്ളിൽ തീർക്കും. എന്നിട്ട് എന്തായി? ഞാൻ ചോദിക്കുന്നത്, ഒരു നഗരം സ്മാർട്ട് സിറ്റി ആക്കുന്നത് അതിന് പൂർണ്ണമായിട്ടും പ്രതിപക്ഷമായാലും മറ്റുള്ള എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പിന്തുണയ്ക്കണം. നഗരം പുരോഗമിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എങ്ങനെയാണ് ഈ പറയുന്ന 10-15 ദിവസത്തിനുള്ളിൽ തീരുന്നത്? ഇപ്പൊ ഈ വെള്ളക്കെട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. വെള്ളക്കെട്ട് തുടങ്ങി, മഴ തുടങ്ങി കഴിയുമ്പോൾ കുറച്ച് തൂമ്പായും കാര്യങ്ങളുമായി വന്നിട്ട് വൃത്തിയാക്കാൻ നോക്കുകയാണ്. എങ്ങനെയാണ്? ഞാൻ പറയുന്ന വലിയ നീരൊഴുക്കാവുള്ള തോടുകളിലൂടെ ഒരിക്കലും മനുഷ്യർക്ക് ഇറങ്ങി അവിടെ വൃത്തിയാക്കാൻ കഴിയില്ല. അതിന് നല്ല എക്യുപ്മെന്റ്സ് വേണം. എന്തുകൊണ്ടാണ് അത്തരം എക്യുപ്മെന്റ്സ് കൊണ്ടുവന്ന് ശരിയായ രീതിയിലുള്ള
ചെളി വാരൽ നടത്തുവാൻ ഈ നഗരസഭകൾക്ക് കഴിയാതെ പോകുന്നത്. അതിന് ഉള്ള ഫണ്ടുകൾ പല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ CSMLന്റെ ഫണ്ട് എടുത്തിട്ടാണ് ഈ നമ്മളുടെ ഈ പറയുന്ന ഈ റോബോട്ട് ഈ ചെളി വാരുന്ന ഈ യന്ത്രം വന്ന് വാങ്ങിച്ചതെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. CSMLന്റെ സഹായം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോ എവിടെയാണെന്ന് അറിയില്ല. അത് ആദ്യം ഒരു ഡെമോയ്ക്ക് വേണ്ടി ഒരു സാധനം കൊണ്ട് കൊടുക്കുന്നു, പിന്നീട് അത് പോകുന്നു, പിന്നീട് വാങ്ങിക്കുന്നു, പുതിയൊരു ഇൻസ്ട്രുമെന്റ് വരുന്നു, പിന്നീട് അത് എവിടെ പോയി എന്നറിയുന്നില്ല. ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അത് നന്നാക്കാൻ കൊടുത്തു എന്ന് പറയുന്നു. അത് പറയുന്നത് ഏത് മാസമാണെന്ന് മനസ്സിലാക്കണം. മെയ് മാസം ഇന്ന് 23-ാം തീയതി കഴിയുമ്പോൾ പറയുകയാണ് ഇത് ഇല്ല എന്ന് പറയുകയാണ്. എങ്ങനെയാണ് നഗരത്തിൽ ശരിയായ രീതി? ഇപ്പൊ മേയർക്ക് എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ മേയർ വന്ന് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്, റോബോട്ട് എവിടെ പോയി, ഇതൊക്കെ പറയേണ്ട ആളാണ്. പക്ഷേ മേയർ എപ്പോഴും തിരക്കാണ്. മേയർ ഈ വെള്ളപ്പൊക്കമായതിനു ശേഷം അദ്ദേഹത്തിന് ശരിയാണ് ഈ ഓരോരോ സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്. പക്ഷേ കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിക്കാമല്ലോ. അതിനെന്താണ് ഇത്ര അമാന്തം എന്നുള്ളതാണ്. എന്ത് കാര്യത്തിന് എവിടെ പോകുന്നു എന്നാണ് പറയുന്നത് മഞ്ജുഷ്? മേയർ എവിടെ പോകുന്നു എന്നാണ് പറയുന്നത്? ഞങ്ങൾ ആരും ഇവിടെ കാണുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഞാൻ ചോദിക്കുന്നത്, ഈ മഴ വരുമ്പോൾ മാത്രം മേയർക്ക് തിരക്ക് എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് മുമ്പാണ് മേയർക്ക് തിരക്ക് വരേണ്ടത്. മേയർ അന്വേഷിച്ചോ എന്തുകൊണ്ടാണ് ഈ ശുചീകരണ പ്രവർത്തനം നടത്താത്തത്? ഞങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയാം 50% കഴിഞ്ഞു, 70% കഴിഞ്ഞു, 90% കഴിഞ്ഞു എന്നാ പറയുന്നത്. ഇവിടെ തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, പോളപ്പായൽ നീക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്സാരമായ കാര്യമല്ലേ അത്? അതിന്റെ ഒരു തോടിന്റെ മുകളിൽ നിന്ന് പോളപ്പായൽ പോലും എടുത്തു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കൊച്ചി നഗരസഭയ്ക്ക്. പറയുന്ന തൃശ്ശൂർ അത് തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത്, തിരുവനന്തപുരത്ത് അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ വെള്ളത്തിൽ തൃശ്ശൂരിൽ അശ്വനി ഹോസ്പിറ്റലിൽ തൃശ്ശൂരിൽ അപ്രതീക്ഷിതമായിരുന്നു ഈ വെള്ളപ്പൊക്കം എന്നാണ് പറയുന്നത്. കുറെ വർഷങ്ങളായിട്ട് തൃശ്ശൂരിൽ ഇങ്ങനെ കാണുന്നതല്ല എന്നാണ്. അശ്വനി ഹോസ്പിറ്റലിന്റെ PRO സന്തോഷ് ചേരുന്നുണ്ട്. വരാം, സന്തോഷിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇതിപ്പോൾ ഈ സമയത്ത് മഴ ഉണ്ടാകുമെന്നുള്ള കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മഴ പെയ്യുകയും ചെയ്തു. ഇനി ഇതിനേക്കാൾ വലിയ മഴയാണല്ലോ വരാൻ പോകുന്നത്. ഇടവപ്പാതി തുടങ്ങിയിട്ടില്ലല്ലോ. ഈ ഒരു സജ്ജീകരണം മതിയോ സംസ്ഥാനത്തിന്? ഇപ്പോൾ തന്നെ പല ഇടങ്ങളിൽ നിന്നും വരുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്നതാണ്, ഇന്നലെ രാത്രിയിൽ പ്രത്യേകിച്ചും. തീർച്ചയായിട്ടും. കാരണം ഒരു പ്രീ മൺസൂൺ മഴയിൽ തന്നെ ഇത്രത്തോളം ഒരു പ്രശ്നമുണ്ടായെങ്കിൽ നല്ല മൺസൂൺ വരാൻ നേരം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കിയേ നിവൃത്തിയുള്ളൂ. ഒരാഴ്ചക്കകം മൺസൂണിൻ്റെ തുടക്കമാകും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് വളരെയധികം മഴ പെയ്യാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പല നഗരങ്ങളും നഗരസമാനമായിട്ടുള്ള പ്രദേശങ്ങളും എല്ലാം വെള്ളത്തിനടിയിലാവും. ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാവും. ശരിക്കും ഇതൊക്കെ മാറ്റാനായിട്ട് ധാരാളം സമയമുണ്ടായിരുന്നു, പക്ഷെ അത് സമയബന്ധിതമായിട്ട് ചെയ്തില്ല. എന്തോ ഒരു അലക്ഷ്യം പോലെ തോന്നുന്നുണ്ട്. ഒരു വളരെ സാവകാശത്തിൽ വളരെ ലൈറ്റായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നത്. പക്ഷേ ശ്രീ രാജഗോപാൽ കമ്മത്ത്, നമ്മുടെ മുൻപിൽ അനുഭവങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോൾ 2018 പ്രളയം ഏറ്റവും ഒടുവിൽ നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് മുൻകരുതൽ എടുക്കുവാനുള്ള ആവശ്യത്തിന് സജ്ജീകരണങ്ങൾ, ഫണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. പിന്നെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇതിനെ? എന്താണ് ഇങ്ങനെ ഒരു അമാന്തത്തിന് കാരണം? വലിയൊരു മഴ പെയ്യുകയില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ആയിരുന്നോ ഇതിന് പിന്നിൽ? ഒരിക്കലും ഇല്ല. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പല ഏജൻസികളും പ്രവചിച്ചിട്ടുണ്ട് 100% മേൽ മഴ പെയ്യുന്നു. അതായത് നോർമലിനേക്കാൾ കൂടുതൽ മഴ പെയ്യാനാണ്. കാരണം ലാനിന കണ്ടീഷൻസ് ഓഗസ്റ്റിൽ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മഴ ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയാൻ. കാരണം ഒരു പ്രളയസമാനമായ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നേരിടാൻ പറ്റില്ല, ഇപ്പോഴും നേരിടാൻ പറ്റില്ല. കാരണം ഇത്രയും വർഷങ്ങൾ 18ഉം 19ഉം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ടും നമുക്ക് പ്രളയത്തെ നേരിടാനോ അല്ലെന്നുണ്ടെങ്കിൽ നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനോ പോലെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നഗരത്തിലെ കാനകളെല്ലാം തന്നെ ചുറ്റുപാടുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ കയ്യേറി അവിടെ ഈ മലിനജലം ഒഴുക്കുകയാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. MG റോഡിനടുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിൽ നിന്ന് നേരിട്ട് വളരെ രഹസ്യമായിട്ട് വെള്ളം ഒഴുക്കി വിടുന്നത്. അത് കളക്ടേഴ്സ് ബംഗ്ലാവിനടുത്തുള്ള ഒരു ഹോട്ടലാണ്, പേര് പറയുന്നില്ല. അപ്പോൾ അത് വളരെ രഹസ്യമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പോൾ അങ്ങനെ പലതുകൊണ്ട് പലരും ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതലപ്പെടുത്തിയിട്ടുള്ളവരെല്ലാം ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്തൊക്കെയോ അജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇതിന് കുഴപ്പമെന്ന് പറയുന്നത് പലതരം അസുഖങ്ങൾ, പിന്നെ എലിപ്പനി പോലുള്ള സംഭവങ്ങൾ എല്ലാം ആളുകൾക്ക് വരികയാണ്. മഞ്ഞപ്പിത്തം എല്ലാം വരികയാണ്. അത് കേട്ടിട്ടില്ലാത്ത അസുഖങ്ങൾ എല്ലാം.
അപ്പോൾ ഇത് ആരുടെയും സഹായമില്ലാതെ ഇതൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ ഇത് ശ്രദ്ധയപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്. ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ ചെയ്യുന്നില്ല. അജ്ഞാതമായ കാരണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എന്തൊക്കെ കാരണങ്ങളെന്ന്. അത്ര അജ്ഞാതമൊന്നുമല്ല, കാരണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതൊക്കെ സഹിച്ചേ മതിയാവത്തുള്ളൂ. കാരണം 1.5 മണിക്കൂർ പെയ്ത മഴയിലാണ് ഇന്നലെ എറണാകുളം മുങ്ങിപ്പോയത്. അത് ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം പലരും ഓഫീസിൽ നിന്നും തിരിച്ചു പോകുന്ന സമയത്താണ് ഈ മഴയുണ്ടായത്. അപ്പൊ എങ്ങനെ നേരിടണമെന്ന് പോലും അറിയത്തില്ല. പലരുടെയും വാഹനങ്ങൾ നാശമായി. തൃശ്ശൂരിലും അതുപോലെ തന്നെ സംഭവം. ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഒരു 24 മണിക്കൂർ മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ മഴ പെയ്യും, സൂക്ഷിക്കണം, കാരണം വലിയ മഴയായിരിക്കും പെയ്യുന്നത്. അപ്പം കാരണം അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നിട്ടുണ്ട്. അറബിക്കടലിന്റെ തീരത്ത് വലിയൊരു സൈക്ലോണിക് സർക്കുലേഷൻ ഉണ്ടായി, ന്യൂനമർദ്ദം ഉണ്ടായി. അതിന്റെ ഇഫക്റ്റ് തീർച്ചയായിട്ടും തൃശ്ശൂരും കോഴിക്കോട് കൊച്ചിയിലും ഉണ്ടാവും നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അപ്പൊ അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ വളരെ കാലത്തിന് മുമ്പ് തന്നെ എടുക്കണമായിരുന്നു. അത് 1 മാസം മുമ്പ് തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. മാസങ്ങൾക്ക് മുമ്പെന്നല്ല, എപ്പോഴും നമ്മൾ ഇതിന് സജ്ജരായിരിക്കണം എന്നുള്ളതാണ്. ഈ വൃത്തികേടുകൾ ഈ റോഡുകളിൽ നിന്നും ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. പലപ്പോഴും കാണുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ വാരിക്കോരിയിട്ടിരിക്കുന്നു. അതൊക്കെ നേരെ വീണ്ടും കാനയിലേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ രാസമാലിന്യം ഒഴുകുന്ന, മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും രാസമാലിന്യം ഒഴുക്കി വിട്ടത്. അതിപ്പം ആ വെള്ളം കുടിക്കാനൊക്കെ അതായി. അവിടുത്തെ ആളുകളുടെ എല്ലാം കിണറ്റിലും മറ്റുമൊക്കെ ഈ വെള്ളം എത്തും. ഈ അവിടുത്തെ ചുറ്റുപാടുള്ള ആളുകളുടെ ശരീരത്തിലെല്ലാം ഇതെത്തും. അവിടെ മാത്രമല്ല, ഈ രമ്യ ഹർമ്മ്യങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ വയറ്റിലെത്തും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ കടലിലോട്ടാണ് പോകുന്നത്. കടലിൽ ചെന്ന് കഴിഞ്ഞാൽ മത്സ്യങ്ങൾ ഇത് അകത്താക്കും. അത് നേരെ വരുന്നത് ഇതിനു വേണ്ടി തീരുമാനമെടുത്ത ആളുകളുടെ വീടുകളുടെ കുട്ടികളിലേക്കാണ് എത്തുന്നത്. അപ്പൊ അതൊന്നും മനസ്സിലാക്കുന്നില്ല. നേച്ചർ എന്ന് പറയുന്നത് എല്ലാം കണക്റ്റഡ് ആണ്. നിങ്ങൾ പെരിയാറിൽ ഒഴുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു വലിയൊരു സ്ഥലത്തിരുന്നുകൊണ്ട് ആഹാരം 5 സ്റ്റാർ ഹോട്ടലിൽ ഇരിക്കാൻ ആഹാരം കഴിക്കുന്നത്. അവിടെ ഈ സാധനം എത്തും. ഈ രാസമാലിന്യം വയറ്റിലേക്ക് പോകും. അത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടോ ഒരു ബോധ്യമില്ലായ്മയോ. ശരി. ആ വലിയ പ്രളയത്തെ നേരിട്ടതാണ്, അതിന്റെ അനുഭവങ്ങളുണ്ട്. എന്നിട്ട് പോലും ഇപ്പോൾ മഴ പെയ്യുമെന്ന് അറിയാമായിരുന്നിട്ട് പോലും ഇങ്ങനെ ഒരു മുന്നൊരുക്കം ഒരിടത്തും നടന്നിട്ടില്ല എന്നാണ്. എല്ലായിടത്തുനിന്നും സമാന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ വിഷ്ണു, ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ജയരാജ് പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ റോഡുകളുടെ പണി പൂർത്തിയാകും, കാര്യങ്ങളെല്ലാം സോൾവ് ആവും, അടുത്ത മഴയോടുകൂടി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന്. ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റാത്ത സ്ഥിതിയല്ലേ തിരുവനന്തപുരത്ത്? താങ്കൾ എല്ലാ ദിവസവും ഇറങ്ങി നടക്കുന്നയാളാണല്ലോ. വി ശിവൻകുട്ടിയും ജയരാജുമൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഇപ്പം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം ശരിയാകും. തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ 1 ഇഞ്ച് പോലും ഒരു സാധാരണക്കാരന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഇന്ന് തലസ്ഥാനത്തുള്ളത്. ഒരു കുട്ടിക്ക് പോലും നടന്നു പോകാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 8 വർഷമായി സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നഗരസഭയിൽ നടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വട്ടം ഈ പദ്ധതി വൈകിപ്പിച്ചു. ആദ്യം മര്യാദ രീതിയിൽ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയെ ഇല്ലാപ്പോക്ക് മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് നഗരസഭ പിണക്കി അയച്ചു. ഇപ്പോൾ ഊരാലുങ്കൽ സൊസൈറ്റിക്ക് മുഴുവൻ വർക്കും കൊടുത്തിട്ട് പറയുകയാണ് പണി ഇപ്പം തീരും. ഇപ്പം തീരുന്നത് എപ്പോൾ തീരും എന്ന് ചോദിച്ചാൽ പറയും 15-ാം തീയതി തീരും. 15-ാം തീയതി എന്ന് എപ്പോൾ ചോദിച്ചാൽ പറയും 20-ാം തീയതി തീരും. 20-ാം തീയതി തീരുമെന്ന് ചോദിച്ചാൽ പറയും 25. ഏത് സമയത്ത് ചോദിച്ചാലും തിരുവനന്തപുരത്ത് നിന്നുള്ള മന്ത്രി ശിവൻകുട്ടിയും മേയറും കൃത്യമായ ഡേറ്റ് പറയും. കണക്കുകളിലൊന്നും യാതൊരു തെറ്റുമില്ല. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരത്തിലെ ഇത്രയും പ്രതിസന്ധി രൂക്ഷമായപ്പോൾ മേയർ റോഡിൽ കിടന്ന് തല്ലുകൂടുമ്പോൾ ഇവിടുത്തെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു ഉല്ലാസയാത്രയും. ഇവരാണ് നാട് ഭരിക്കുന്നത്. താങ്കൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇത്രയും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ നഗരം കടന്നു പോകുമ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇപ്പോൾ ഉല്ലാസയാത്രയിൽ പോയിരിക്കുകയാണ്. നഗരത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ കഴിയുന്നില്ല. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എവിടെ പോയി? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടണ്ടേ? നഗരത്തിൽ മുഴുവൻ അതിരൂക്ഷമായി രോഗങ്ങൾ ഇപ്പോൾ പിടിപെടുമല്ലോ. ഇപ്പോൾ നഗരത്തിലെ റോഡുകൾ ചെളിക്കളങ്ങളായി മാറി കുളങ്ങളായി മാറുമ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് നഗരത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. എന്താ ഈ പ്രവർത്തനങ്ങൾ മേയർ ഏകോപിക്കാത്തത്? തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, മെയ് പകുതിയോടുകൂടി വലിയ മഴയെത്തും. അതുകൊണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തലസ്ഥാന നഗരത്തിൽ നടത്തുന്നുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ തിരുവനന്തപുരത്തെ മേയർ തലസ്ഥാനത്തെ തിരിഞ്ഞു നോക്കാതെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ചെയ്യുമ്പോൾ തന്നെ അറിയാം അവരൊരു മേയറാണ്. തലസ്ഥാനത്ത് കൗൺസിൽ വിളിച്ചു ചേർത്തില്ല. സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചു ചേർത്താണ്, പ്രതിപക്ഷ കൗൺസിലർമാരുടെ നിർബന്ധപ്രകാരം വിളിച്ചു ചേർത്താണ് ഇപ്പോൾ കുറച്ച് തുകയെങ്കിലും അനുവദിച്ചത്. വാർഡുകളിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല, ബഹുഭൂരിപക്ഷം വാർഡുകളിലും നഗരത്തിൽ. ഇപ്പോൾ നഗരത്തിൽ അതുകൊണ്ടാണ് വെള്ളക്കെട്ടുണ്ടാകുന്നത്.
പല കൗൺസിലർമാരും സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ടാണ് അടിയന്തരമായ നടപടികൾ സ്വന്തം വാർഡുകളിൽ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ കൗൺസിലർമാർക്ക് ഉൾപ്പെടെ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യം വാർഡുകളിൽ നിന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിദയനീയമാണ് ഡോക്ടർ ബി ജയരാജ്. താങ്കൾ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ. കൊച്ചിയിലേക്കാൾ ഗുരുതരമാണ് തിരുവനന്തപുരത്ത്. മഴ കൊച്ചിയുടെ അത്രം തിരുവനന്തപുരത്ത് ഇല്ല എന്ന് തോന്നുന്നു. പക്ഷേ കൊച്ചിയിലേക്കാൾ ഗുരുതരമാണ് തിരുവനന്തപുരത്തെ പ്രശ്നം. ഈ റോഡുകൾ പൊട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത് സ്മാർട്ട് സിറ്റി ആക്കാനാണെന്നുള്ളത് ശരി തന്നെ. പക്ഷേ അത് ഇങ്ങനെ പോയാൽ അത് ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്ന ഒന്നാണ്. മന്ത്രിക്ക് വന്ന് വെറുതെ പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി. അനുഭവിക്കുന്നത് ജനങ്ങളാണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മഴയൊന്നും ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറക്കേണ്ടി വന്നിട്ടില്ല. അത് നേരത്തെ തന്നെ ഈ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്തതുകൊണ്ടാണ്. ഇത് മൊത്തം റോഡിലാണല്ലോ, പിന്നെ എന്തിനാ പ്രത്യേകിച്ച് ക്യാമ്പ് തുറക്കുന്നത്? ഞാൻ താങ്കൾ സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് സംസാരിച്ചില്ല. താങ്കളുടെ അവസരം ഞാൻ ഉപയോഗിക്കുകയും ചെയ്തില്ല. അത്രയും മര്യാദയെങ്കിലും കാണിക്കണം വിഷ്ണു. ഇതൊരു ചർച്ചയാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് പെട്ടെന്നൊരു വെള്ളം ഫ്ലോ ഉണ്ടാകുമ്പോഴത്തേക്കും റൺഅവേ വാട്ടറിന് ഈ ഒരു റിയാക്ഷൻ ടൈം ഉണ്ട്. ആ റിയാക്ഷൻ ടൈമിനേക്കാളും കൂടുതൽ വേഗതയിൽ വെള്ളം വരുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഇനി ഓടകളെല്ലാം ക്ലീൻ ചെയ്തിട്ടിരുന്നാലും, എല്ലാ ഓടകളും ഈ വാട്ടർ ക്ലോഗ്ഡ് ആയിട്ടുള്ള ഓടകളെല്ലാം ക്ലീൻ ചെയ്തിട്ടിരുന്നാലും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകും. അത്തരത്തിലുള്ള മഴക്കെടുതിയാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് പറഞ്ഞത് കണക്കോലെ എല്ലിനയുടെ ഭാഗമായിട്ട് ലാനിന പ്രതിഭാസം ഉണ്ടായി തുടങ്ങാൻ പോകുന്ന ഒരു അവസരമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും മഴ പെയ്തിട്ടില്ല എന്ന് കരുതുന്ന പല രാജ്യങ്ങളും നമ്മൾ മഴയത്ത് ഒലിച്ചു പോകുന്നതും വലിയ വലിയ മാളുകളിൽ വെള്ളം കയറുന്നതൊക്കെ നമ്മൾ ടി വി സെറ്റിന് മുന്നിൽ ഇരുന്ന് കണ്ടതാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത, തിരുവനന്തപുരത്തിന്റെ സ്ഥലപ്പേരുകൾ തന്നെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും. കുന്നുകുഴി, കൊട്ടക്കുഴി, ചാലക്കുഴി, കുന്നും കുഴികൾ ഉള്ള ഒരു സ്ഥലമാണ്. പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് ഒഴിച്ചുള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് ലോ ലൈങ് ഏരിയസ് ആണ്. കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലാകട്ടെ, കിംസ് ഹോസ്പിറ്റലാകട്ടെ, തൃശ്ശൂർ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ സംഭവിച്ചിരുന്ന പോലെ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത് വളരെ മുമ്പ് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റുകാര് അതിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അല്ല ജയരാജ്, ആയിക്കോട്ടെ, ശരിയാണ്. അല്ലല്ല, മഴയിൽ മുങ്ങുന്ന ഒരു നഗരം തന്നെയാണ്. അതിന് ഓപ്പറേഷൻ അനന്തയൊക്കെ മുൻപ് നടപ്പാക്കിയിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഈ റോഡുകളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ വീഴ്ച പറ്റി. അല്ല, റോഡുകളുടെ കാര്യത്തിൽ വീഴ്ച പറ്റി, അതിനൊരു സംശയവുമില്ല. ഈ മഴക്കാലത്തിന് മുൻപ് തീർക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഗുരുതരമായ അനാസ്ഥയാണ്. അതിന് കൃത്യമായി ജനങ്ങളോട് മറുപടി പറഞ്ഞു തീരും. അല്ലാതെ വി ശിവൻകുട്ടി വന്നിരുന്നത് 15-ാം തീയതി ഞങ്ങൾ റോഡുകൾ തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഞാൻ പോയിട്ട് ഇപ്പം അങ്ങോട്ട് വന്നതേ ഉള്ളൂ. എനിക്ക് കള്ളത്തരം പറയണമെന്ന കാര്യമില്ല. ട്രിവാൻഡ്രം ക്ലബ്ബ് വരെയുള്ള റോഡ് ഇനി കുറച്ച് ഭാഗം, അതായത് ടാഗോർ തിയേറ്റർ വരെയുള്ള ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ക്ലിയർ ചെയ്യാൻ. മറ്റേ സൈഡിലെ റോഡ് പൂർണ്ണമായിട്ടും ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കരമന അങ്ങോട്ട് പോകുന്ന പാലത്തിനടുത്തോട്ട് പോകുന്ന ഭാഗമാണ്. ആ ഭാഗം പിന്നീട് തൈക്കാട് ആ ഭാഗം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് റെഡിയായി കഴിഞ്ഞു ഓൾറെഡി. അങ്ങനെ കലഭവൻ മണ്ണ് റോഡ് പൂർണ്ണമായിട്ട് റെഡിയായി. അതിനുശേഷം അങ്ങോട്ട് പോകുന്ന റോഡുകളെല്ലാം റെഡിയായി. വഞ്ചിയൂർ ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ലോ ലൈങ് ഏരിയ ആണ്. ഇങ്ങനെയുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ അതിവേഗതയിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ അപ്പുറത്ത് ഇനി നമ്മൾ ഈ പറഞ്ഞ കണക്കോലെ മിലിറ്ററിയൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു വർക്ക് നടക്കത്തുള്ളൂ. ആ രീതിയിലുള്ള വർക്കാണ് അവിടെ നടക്കുന്നത്. എത്രമാത്രം കേബിളുകളാണ് ഭൂമിയുടെ അടിയിലൂടെ പോകുന്നതെന്ന് അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് വർക്ക് വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തെല്ലാം കേബിളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ അതിന് പറ്റിയ കമ്പനിയെ തന്നെ ഇത് ഏൽപ്പിച്ചതും. അപ്പോൾ ചെയ്യേണ്ടത് അവരുടെ ബാധ്യതയാണ്, നിരീക്ഷിക്കേണ്ടത് അത് നടപ്പിലാക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. ഇതൊന്നും നടക്കാതെ എന്തു വലിയ വർക്കാണ് നടക്കുന്നത് അത് കണ്ടില്ലേ, അതുകൊണ്ട് കുറച്ചൊക്കെ സഹിച്ചാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ എത്ര നാളുകളായി, എത്ര മാസങ്ങളായി ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട്? 8 വർഷത്തോളമായി പദ്ധതി നേരിട്ട് വന്നിട്ടാണ് അതിന്റെ ഓരോ ഡെവലപ്മെന്റും അന്വേഷിക്കുന്നത്. പിന്നെ രണ്ടാമത് ഈ സാധനങ്ങൾ, ഈ ഓട ക്ലീൻ ചെയ്യുന്നത്, ഓട ക്ലീൻ ചെയ്തിട്ട് ഇത് വാരി കരയിൽ തന്നെയാണ് വെക്കുന്നത്. അതിനകത്ത് കിടക്കുന്നത് ചാക്കിൽ പ്ലാസ്റ്റിക് ബാഗിൽ കെട്ടിയിട്ടുള്ള വീടിലുള്ള മാലിന്യങ്ങളും കടയിലുള്ള മാലിന്യങ്ങളും ഒക്കെ തന്നെയാണ്. ഇതിനെതിരെ ഒരു സോഷ്യൽ സർവീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് ജനങ്ങളുടെ മേലിൽ പിഴ ചുമത്തുമല്ല വേണ്ടത്. ഇങ്ങനെ എന്തെങ്കിലും സാമൂഹ്യ സേവനം ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ നിർബന്ധിത സാമൂഹ്യ സേവനത്തിന് വിധേയനാക്കുന്ന ഒരു നിയമം കൊണ്ടുവരണം. ആ നിയമം കൊണ്ടുവന്നിട്ട് കുട്ടികളിൽ തന്നെ സിവിക് സെൻസ് വളർത്തിക്കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നിതാന്തമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവൂ. ഇനി പറഞ്ഞ കണക്കല്ലേ ഡെല്യൂജ് പോലുള്ള കണ്ടീഷൻസിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലോകരാഷ്ട്രങ്ങൾ തന്നെ മരവിച്ച് നിൽക്കുകയാണ്. കാര്യം അതുപോലെ തന്നെ ഈ പ്രകൃതിയിൽ ഇപ്പൊ നമുക്ക് വയൽ കാണണമെങ്കിൽ തിരുവനന്തപുരത്ത് ഒന്നീ കറ്റച്ചക്കോണത്ത് പോകണം, അല്ലെ കാലടി പോകണം, അല്ലെ പിന്നെ പുഞ്ചക്കരി പോകണം. ഇതല്ലാതെ വയലുകൾ കംപ്ലീറ്റ് നികത്തി കഴിഞ്ഞു. മുക്കുത്തിമുല
മിക്കവാറും എല്ലാം ഇടിച്ച് നിരത്തി കഴിഞ്ഞാൽ അവിടെ പാറ പൊട്ടിക്കുന്നുണ്ട്. അതുപോലെ എത്ര പാറക്കോറികളാണ് പുതിയതായിട്ട് സാങ്ഷൻ കൊടുക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് പറയാം. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വലിയ പ്രശ്നമായിരുന്നു. അവിടെ അശ്വിനി ഹോസ്പിറ്റലിൽ വെള്ളം കയറുക വരെ ചെയ്തു. ഇപ്പോൾ CPM കൗൺസിലറായ PK ഷാജൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷാജൻ, എന്താണ് തൃശ്ശൂരിൽ ഇന്നലെ പറ്റിയത്? ഇത് അവിടെ ഇപ്പോൾ ഒരു പ്രതിപക്ഷ ഭരണപക്ഷ വാക്കുതർക്കത്തിലേക്ക് പോലും കാര്യങ്ങൾ പോവുകയാണല്ലോ. മഴക്കാലത്തിന് മുൻപ് ശുചീകരണം ഒന്നും നടക്കാത്തതാണോ കാരണമായത്? മഴക്കാലത്തിന് മുൻപ് ശുചീകരണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. വലിയ ചാലുകൾ ക്ലീൻ ചെയ്യുന്ന വർക്കിലേക്ക് ഇപ്പോഴേ ടെൻഡർ കഴിഞ്ഞിട്ടുള്ളൂ. അതിപ്പോ അടിയന്തരമായിട്ട് ആ വർക്ക് 4 JCB വെച്ച് നടന്നു വരിക. ഇന്നലെ ഉണ്ടായ കാര്യം വളരെ പെട്ടെന്നാണ് 2 മണിക്കൂർ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വെള്ളം അങ്ങോട്ട് ഒഴുകിയെത്തേണ്ടായത്. ആ സന്ദർഭത്തിൽ വെള്ളം പിന്നെ എല്ലാ പ്ലാസ്റ്റിക് കുപ്പികളും സാധനങ്ങളും എല്ലാം ചാലുകളിൽ അടിച്ചുകൂടി. ഈ സന്ദർഭത്തിൽ വെള്ളം ഒഴുകാതെ വന്നതാണ് പെട്ടെന്ന് പ്രതിസന്ധിക്ക് കാരണം. ഇന്നലെ 12 മണി 1 മണിയോട് കൂടി തന്നെ നമ്മൾ അതെല്ലാം JCB വെച്ച് നീക്കം ചെയ്തതിന്റെ ഫലമായി ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും ആ പ്രശ്നം പരിഹരിച്ചു. അപ്പൊ നല്ല നിലയിൽ തന്നെ ആ വർക്ക് നടന്നു. ഇപ്പോ ഈ ഒരു 2-3 ദിവസത്തിനകം ബാക്കിയുള്ള വർക്കുകളെല്ലാം തീരാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മുമ്പ് നമ്മുടെ ചാലുകളെല്ലാം വൃത്തിയാക്കിയിരുന്നു. വലിയ ചാലുകളല്ല, ചെറിയ ചാലുകൾ. അപ്പൊ അത് നമ്മൾ അതിന് സ്റ്റെപ്പൊക്കെ എടുത്തിരുന്നു. എന്നാൽ വലിയ ചാലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണമായി കഴിയാതെ വന്നിട്ടുണ്ട് എന്നൊരു കുറവുണ്ട്. അത് എന്ത് സംഭവിച്ചു? അതാണല്ലോ ഇപ്പോൾ അവിടെ പ്രതിപക്ഷം അത് ആയുധമാക്കി മാറ്റുന്നത്. ഒന്നും നടന്നിട്ടില്ല എന്നാണല്ലോ പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത്. അതിന്റെ ഫലമാണ് നഗരം അനുഭവിച്ചത് എന്ന്. അതിപ്പോ ഒരു ആക്ഷേപത്തിന് വേണ്ടി ആക്ഷേപം പറയുന്നത് മാത്രം. നമ്മളവിടുന്ന് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പ്രതിപക്ഷത്തിന് നല്ല ബോധ്യമുണ്ട് അവർക്ക്. മുമ്പ് ഇത് ടെൻഡർ വിളിച്ച് വർക്ക് നടന്നില്ലെങ്കിലും JCB വെച്ച് ചാലുകൾ വൃത്തിയാക്കുന്ന പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രതിപക്ഷത്തെ BJP അടക്കമുള്ള സുഹൃത്തുക്കൾ നമ്മുടെ JCB ഉപയോഗിച്ച് തന്നെയാണ് ചാലുകളെല്ലാം വൃത്തിയാക്കി വന്നത്. എന്നാൽ ഇന്നലെ അപ്രതീക്ഷിതമായ വമ്പൻ മഴ വന്നപ്പോ എല്ലാ കുപ്പികളും സാധനങ്ങളും ചില്ലുകളും വന്ന് അടിഞ്ഞപ്പോ വെള്ളം ഒഴുകാതെ വന്നു. ഈ ഒഴുകാതെ വന്നതാണ് രാത്രി 1 മണിയോടുകൂടി നമ്മുടെ 9 സെറ്റ് നിന്ന് ആ വർക്കുകൾ നടത്തിയത്. സെക്രട്ടറി അടക്കം SC അടക്കമുള്ള കൗൺസിലർമാരടക്കമുള്ള സംഘാടനം നിന്ന് ആ വർക്ക് തീർത്തത്. ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും പ്രശ്നം പരിഹരിച്ചു. 2 ദിവസത്തിനകം നമ്മൾ ഈ പ്രധാനപ്പെട്ട എല്ലാ വർക്കുകളും തീർക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, ഇന്നൊരു മഴ പെയ്താൽ നേരിടാൻ തൃശ്ശൂർ നഗരം സജ്ജമാണോ? സജ്ജമാണ്. നമ്മളതിന് എല്ലാ കാര്യവും തയ്യാറാക്കിയിട്ടുണ്ട്. 264 തൊഴിലാളികളെ വെച്ച് 26-ാം തീയതി എല്ലാ സ്ഥലങ്ങളും ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നികത്താനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശരി, താങ്കൾ കുറച്ച് സമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഈ തൃശ്ശൂരിലെ CPM കൗൺസിലറായ ഷാജൻ പറയുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ്. ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ കൊച്ചി കോർപ്പറേഷനിലെ ഭരണപക്ഷ കൗൺസിലർമാരും പറയുന്നത് എല്ലാ പണിയും പൂർത്തീകരിച്ചിട്ടുണ്ട്, ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന്. അപാകത തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അല്ല, ഈ എല്ലാ പണികളും തീർത്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞങ്ങൾ പോയി കോരി അവിടെ അത്തരത്തിലൊരു പ്രവർത്തനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നത് ഒരു പ്രവർത്തനവും ചെയ്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് അതിന്റെ മുകളിലുള്ള ഈ പോളപ്പാട പോലും കളഞ്ഞില്ല എന്നുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാകും, കൊച്ചി നഗരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തോടും കൃത്യമായി ഡീസിൽറ്റിംഗ് ചെയ്തിട്ടില്ല. ആ ചെയ്തതായിട്ട് ഞങ്ങൾ ഒരു കൗൺസിലേഴ്സും, എനിക്ക് തോന്നണില്ല ഭരണകക്ഷിയിലുള്ള ഏതെങ്കിലും കൗൺസിലേഴ്സിന് അത്തരത്തിൽ അവകാശപ്പെടാൻ പറ്റുമെന്ന്. ഇന്നലെ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഭരണകക്ഷിയിലുള്ള ഒരു കൗൺസിലറായിരുന്നു. അവർക്കും പരാതിയാണ്. അപ്പോ ഇപ്പൊ ഈ തൃശ്ശൂര് പറഞ്ഞ CPMന്റെ പ്രതിനിധി പറഞ്ഞ എന്താണെന്നുള്ളത് എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ച്. ഇതിന്റെ അകത്ത് അടിസ്ഥാനപരമായി ഒറ്റ കാര്യമേ ഉള്ളൂ, വളരെ മുൻകൂട്ടി മഴ വരുമെന്നുള്ളത് അറിയാം. കേരളത്തിൽ ഏത് സമയത്താണ് മഴ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇവരൊക്കെ പറയുന്ന കേട്ടാ തോന്നുന്നു എന്തോ പ്രളയം വന്ന പോലെ, 2018 പ്രളയം വന്ന പോലെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. ഇതുപോലുള്ള മഴയൊക്കെ അപ്രതീക്ഷിതമായി കേരളത്തിൽ എല്ലാ കാലത്തും വരുന്നതല്ലേ. അപ്പോൾ അതുപോലൊരു മഴ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മഴക്കാലപൂർവ്വ പ്രവർത്തനം ശരിയായി ചെയ്യാത്തത് എന്നുള്ളതിനെ ഇവരാരും അഡ്രസ് ചെയ്യുന്നില്ല. ഇപ്പൊ കൊച്ചി നഗരസഭയുടെ മേയർ, താങ്കൾ പറഞ്ഞു അദ്ദേഹം ടെലിഫോൺ ലൈനിൽ വരും എന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പാണ് അദ്ദേഹം വരാൻ സാധ്യത വളരെ കുറവാ.
കാര്യം അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവിടെ ഒരു പ്രവർത്തനവും പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എന്നുള്ളത്. മഴ വരുമ്പോൾ ഞാൻ തിരക്കിലാണ്, ഞാൻ മഴയത്ത് ഇറങ്ങി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും അതിന് കാര്യമില്ല. മഴയ്ക്ക് മുമ്പായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഈ ചെറിയ തോടുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ കൗൺസിലർമാരുടെയൊക്കെ പരിധിയിലുള്ളത് ചെറിയ കനാലുകൾ, ചെറിയ തോടുകൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചെറിയ കാന ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളത് വലിയ വർക്കുകളാണ്. വലിയ തോടുകൾ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് നഗരസഭ നേരിട്ട് ടെൻഡർ കൊടുത്ത് ചെയ്യുന്ന വർക്കാണ്. അത് കൃത്യസമയത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഭരണകക്ഷിയിലെ ഒരു കൗൺസിലർമാരും ഈ നിമിഷം വരെ അവകാശപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ കൊച്ചിയിൽ മാത്രമുള്ള പ്രശ്നമല്ല. നമ്മൾ ചർച്ച ചെയ്ത് തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞു, തൃശ്ശൂരെ കാര്യം പറഞ്ഞു. നഗരപ്രദേശങ്ങളെല്ലാം ഇത്തരത്തിൽ വരികയാണ്. അപ്പോൾ ഇതിനെ അഡ്രസ് ചെയ്ത് എന്തുകൊണ്ടാണ്, ഞാൻ ഇതിന് ആദ്യം തുടക്കത്തിൽ തന്നെ ചോദിച്ചല്ലോ, നമുക്കൊരു തദ്ദേശ വകുപ്പുണ്ടല്ലോ. ആ തദ്ദേശ വകുപ്പ് യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഫണ്ട് കൊടുക്കുന്നില്ല, പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു, ഓൺ ഫണ്ട് ഇല്ല. കൊച്ചി നഗരസഭയെ സംബന്ധിച്ച് ഇപ്പോൾ കൊച്ചി നഗരസഭയ്ക്ക് കൗൺസിലർമാർക്ക് ഓൺ ഫണ്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തനങ്ങളെ മുഴുവൻ പ്രവർത്തനം നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചെയ്യുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ അകത്ത് കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ, മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ഇപ്പോ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന ഓമന പേരിട്ട് വിളിച്ച് കോടികളാണ് ചെലവാക്കുന്നത്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കനാലല്ലേ മുല്ലശ്ശേരി കനാൽ എന്ന് പറയുന്നത്. അവിടെ 4 വർഷമായിട്ട് എന്തുകൊണ്ട് 9 കോടി കൊടുത്തിട്ട് അവിടെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല? നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൽ ഇത്രയധികം വെള്ളക്കെട്ട് ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. അവിടെ നിന്ന് വരുന്ന ഈ കനാലിൽ നിന്ന് വി ഷേപ്പിൽ വരുന്നു ഒരു കൈവഴി വരുന്നത് KSRTCയിലേക്കാണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, അവിടെ വെള്ളം സംഭരിച്ചു വെക്കുന്നു, അത്തരത്തിലുള്ള ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല, അതിന്റെ ടെക്നിക്കാലിറ്റി ആയതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അതൊന്നും, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ നടത്താത്തത് എന്താണ് എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റാണ് അതിന് മറുപടി പറയേണ്ടത്. ഈ നഗരസഭ ചെയ്യേണ്ട മഴക്കാലപൂർവ്വ പ്രവർത്തനം എന്തുകൊണ്ട് ഇതുവരെ ചെയ്തില്ല? ഞാൻ ചോദിക്കുന്നത്, ഞാൻ തെളിവ് സഹിതം പറയാൻ തയ്യാറാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കനാലുകൾ ഇന്നലെയാണ് ഒരു ചെറിയ മെഷീൻ ഇറക്കി ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ചങ്ങാടം പോക്കുതോട്, അവിടെ ആ മെഷീൻ ഇറങ്ങാൻ കഴിയുന്നില്ല. കാര്യം അതിന്റെ സൈഡ് ഭിത്തി മുഴുവൻ പൊട്ടിപ്പോകാതെ ഇറങ്ങിയാൽ. പിന്നെ ഇവര് ആളുകളെ നിർത്തി ചെറിയ മമ്മട്ടി കൊണ്ട് വലിയ തോടുകൾ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആളുകൾ അതിന്റെ അകത്ത് ഒഴുകിപ്പോകും. അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അതിനും കൂടി ഇനി മറുപടി പറയേണ്ടി വരും നഗരസഭ. അപ്പൊ അത്തരത്തിൽ കെടുകാര്യസ്ഥത, പൂർണ്ണമായ കെടുകാര്യസ്ഥത. ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. മേയർ ഉദ്യോഗസ്ഥരെ കുറ്റം പറയുന്നു. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയാണെന്നാ പറയുന്നത്. പിന്നെ എന്തിനാ മേയർ ഇരിക്കുന്നത്? മേയർക്ക് ഇതൊന്നും, ഒരു മേയറുടെ സ്ഥാനത്തിരിക്കുന്ന, അത് തിരുവനന്തപുരം മേയറായാലും കൊച്ചി മേയറായാലും തൃശ്ശൂർ മേയറായാലും, അവരുടെ സ്ഥാനത്തിരുന്ന് ഈ ഉദ്യോഗസ്ഥന്മാരെ ശരിയായ രീതിയിൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് ആ സ്ഥാനം രാജിവെച്ചു പോകണമെന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥർ പറയുന്നത് ശരിയായ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പല കാര്യങ്ങളിലും അനാസ്ഥയാ. ഇപ്പൊ കൊച്ചി നഗരസഭയുടെ നമ്മുടെ എടപ്പള്ളി സർക്കിളിൽ നോക്കി, അവിടെ ക്ലർക്കുമാർ പോലുമില്ല, ആവശ്യത്തിനുള്ള ജോലിക്കാരില്ല. അവിടെ അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാത്തത്. അവിടെ പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ക്ലർക്കുകൾ പോലും കഴിഞ്ഞ 8 മാസമായിട്ടില്ല. ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കുവാൻ നഗരസഭയുടെ മേയർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അനാസ്ഥ എന്ന പേര് പറയുന്നത്. മേയർ മറുപടി പറഞ്ഞേ തീരൂ. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ ബന്ധപ്പെട്ട ആരും തികഞ്ഞ അനാസ്ഥയാണ് മേയറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ വലിയ കെടുതി വന്നിരിക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചുമതലയുള്ള ആളുകളോട് പോലും, ഇതിൽ ഈ ദുരന്തമുണ്ടായാൽ അതിന് മുൻപ് പരിഹരിക്കേണ്ട ആളുകളോട് പോലും സംസാരിച്ചപ്പോൾ ഇതിനൊരു മറുപടി, അത് വന്നിരുന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് പറയുകയാണ്. ഇപ്പോൾ മന്ത്രി കെ രാജനോട് പോലും ചോദിച്ചു, ഇതിനെക്കുറിച്ചൊരു വിശദീകരണം താങ്കൾ തരൂ എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചാനലിൽ വന്നിരുന്ന് പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കറിയില്ല എന്താണ് ഇവരെ ഇതിൽ നിന്ന് അകറ്റുന്നത് എന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറയുക എന്നതേ ഉള്ളൂ. അല്ലാതെ എല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ദിവസം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. വരും ദിവസങ്ങളിൽ എന്താവുമെന്ന് അവർ ചിന്തിക്കും സ്വാഭാവികമായിട്ട്. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ഇനിയിപ്പോൾ ഈ ഇടവപ്പാതി തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇപ്പോഴത്തെ മഴയിൽ കുറവുണ്ടാകുമോ? ഈ ഇടവപ്പാതി തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് ദിവസം വെയിൽ കിട്ടുമോ? അങ്ങനെയൊക്കെ
എന്തെങ്കിലും ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? എന്താണ് ഏറ്റവും ഒടുവിലത്തെ ഈ കാലാവസ്ഥ വിശകലനം വെച്ച് നോക്കുമ്പോൾ ഇതേ മഴ തന്നെ തുടരുകയാണോ? ഇപ്പോൾ ഷാജൻ, ഈ തൃശ്ശൂരെ കൗൺസിലർ പറയുന്നത് ഞങ്ങൾ 2 ദിവസത്തിനകം എല്ലാ ശുചീകരണങ്ങളും പൂർത്തിയാക്കും എന്നാണ്. അതിനുള്ള സമയം കിട്ടുമോ? അതിനുള്ള മഴ മാറി നിൽക്കുന്ന സമയങ്ങൾ കിട്ടുമോ? ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് കേൾക്കുന്നുണ്ടോ? വരാം. ഇപ്പോൾ വിഷ്ണു താങ്കൾ ഗുരുതരമായ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇല്ല, സ്ഥലത്തില്ല എന്നൊക്കെ. അത് കൃത്യമായി ഉല്ലാസയാത്രയിലാണെന്നൊക്കെ അത് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത്? അതോ നിങ്ങൾ രാഷ്ട്രീയമായ ഒരു ആരോപണം? യാതൊരു രാഷ്ട്രീയവുമില്ല. തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ മഴക്കാലത്തിന് ശേഷം വരുന്നത് വലിയ രോഗങ്ങളാണ്. ആശുപത്രിയിൽ പോലും കിടക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണം വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടിലും ആരോഗ്യ വകുപ്പ് അടക്കമടക്കേണ്ട മുൻകരുതലുകൾ നടത്തേണ്ട നഗരസഭയുടെ ഹെൽത്തിന്റെ ചെയർപേഴ്സൺ നഗരത്തിലില്ല. അവർ ഉല്ലാസയാത്രയിലാണ്, സ്വകാര്യ യാത്രയിലായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിൽ എങ്ങനെയാണ് ഇത് നഗരസഭ മുന്നോട്ട് പോകുന്നത്? കാരണം ഇപ്പോൾ നേരത്തെ ശ്രീ ജയരാജ് പറഞ്ഞു ജനങ്ങളെ മുഴുവൻ പൗരബോധം പഠിപ്പിക്കണമെന്ന്. സത്യത്തിൽ നിങ്ങൾ പൗരബോധം പഠിപ്പിക്കേണ്ടത് ജനങ്ങളെയല്ല, നിങ്ങളുടെ മേയറെയാണ്. നിങ്ങൾ അല്പസമയം മേയറെ പൗരബോധം പഠിപ്പിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നേരിടേണ്ടി വരുമായിരുന്നില്ല. തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് തിരുവനന്തപുരത്തുകാർ മാത്രമല്ല, കേരളത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മുഴുവൻ ജനങ്ങൾ ഇപ്പോൾ ഈ ദുരിതത്തിലായിരിക്കുകയാണ്. കാരണം സ്കൂൾ തുറക്കാൻ പോകുന്നു. എങ്ങനെയാണ് ഈ സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾ ഈ പ്രതിസന്ധി അതിജീവിക്കുന്നത്? ഇത്രയും കുട്ടികളും വാനുകളും ഒക്കെ നഗരത്തിലേക്ക് വരുമ്പോൾ 1 ഇഞ്ച് പോലും നീങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. സത്യത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ഒരു ഭരണസ്തംഭനത്തിന് തന്നെ സാധ്യതയുണ്ട്. കാരണം ഒരു വാഹനം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഈ മഴക്കാലത്ത് സാഹചര്യം ഉണ്ടാകും. പിന്നെ രോഗങ്ങൾ, കുട്ടികൾക്കടക്കം നഗര സ്കൂളുകളിൽ നിന്ന് അതിമാരകമായ രോഗങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പൂർവ്വകാല ശുചീകരണം നടക്കുന്നില്ല. കഴിഞ്ഞ വർഷം കഴക്കൂട്ടത്ത് വലിയ രീതിയിൽ വെള്ളം കയറി. ഇത് ടെക്നോ പാർക്കിലടക്കം വെള്ളം കയറിയപ്പോൾ അന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്? 125 കോടി രൂപയാണ് നഗരത്തിന്റെ കനാലുകൾ ശുചീകരിക്കാൻ വേണ്ടി ചിലവാക്കിയത്. പക്ഷേ ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരും ഈ പണം മുഴുവൻ കൊണ്ടുപോയി. കടകംപള്ളി സുരേന്ദ്രൻ നിങ്ങളുടെ മന്ത്രി പറഞ്ഞതാണ്. എന്തേ പിന്നീട് എന്ത് നടപടിയുണ്ടായി? കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിൽ വെള്ളം കയറി. ഇപ്പോഴും കഴക്കൂട്ടം ടെക്നോ പാർക്കിലെ അവസ്ഥ ഇത് തന്നെയാണ്. ഒന്നുകൂടി പെയ്താൽ നഗരത്തിലെ ടെക്നോ പാർക്കിൽ മുഴുവൻ വെള്ളം കയറും. അപ്പോൾ നിങ്ങളുടെ മന്ത്രി തന്നെ പരസ്യമായി, ഈ MLA തന്നെ പരസ്യമായി മേയറുടെ യോഗത്തിൽ പറഞ്ഞല്ലോ നഗരത്തിലൂടെ 1 ഇഞ്ച് നടക്കാൻ വയ്യ. ഉടൻ തന്നെ മേയറെ സംരക്ഷിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ് പറഞ്ഞു യാതൊരു പ്രശ്നവുമില്ല, പണികൾ പൂർത്തിയാക്കും. ഇതിന്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്താണ്? നഗരസഭയിൽ നിൽക്കുന്ന ചേരിപ്പോരാണ്. നഗരസഭയിൽ മേയറുടെ ഭാഗത്തു നിന്നും കടകംപള്ളി സുരേന്ദ്രൻ MLA നേതൃത്വം നൽകുന്ന ഗ്രൂപ്പും ശ്രീ ആരാവൂർ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പും തമ്മിലുള്ള പോരാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്നത്. ഒരു പദ്ധതി ഏകോപിക്കാൻ കഴിയുന്നില്ല. മേയർ പറഞ്ഞാൽ CPMന്റെ കൗൺസിലർമാർ കേൾക്കില്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ കേൾക്കില്ല, ചെയർപേഴ്സൺ കേൾക്കില്ല. ഇങ്ങനെ ഗുരുതരമായ സാഹചര്യമാണ് നഗരസഭയിൽ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചു ചേർത്താൽ പോലും കൃത്യമായി പ്രതിപക്ഷ കൗൺസിലർമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ മേയർ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ അതിഗുരുതരമായ പ്രതിസന്ധി നഗരസഭയിൽ പലയിടത്തുണ്ട്. തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിലായാലും വെള്ളയമ്പലം കഴിയുന്ന ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രധാനപ്പെട്ട നഗരത്തിലെ ഭാഗങ്ങളിലായാലും തൈക്കാടായാലും ഇപ്പോൾ വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം. എവിടെയാണ് റോഡ്, എവിടെയാണ് തോടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എപ്പോഴാണ് ഈ CPMനെ സംബന്ധിച്ചുള്ള ഒരു രക്തസാക്ഷിക്ക് വേണ്ടി അവർ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഞാൻ തോന്നുന്നത്. ഈ നഗരത്തിന് ഉടൻ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഉണ്ടാവരുത് എന്ന്. കാരണം ഒരു മനുഷ്യൻ എങ്ങനെ രാത്രി യാത്ര ചെയ്താൽ അതിൽ വീഴാതെ പോകുമെന്ന് മനസ്സിലാകുന്നില്ല. ജീവൻ വേണമെന്നുള്ളവർ ഈ ഭാഗത്തുകൂടി യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു. ഇപ്പോൾ നേരത്തെ ലൈവിൽ വന്നിരുന്നു, സൂമിൽ വന്നതാണ് സന്തോഷ്. അദ്ദേഹം അശ്വിനി ഹോസ്പിറ്റലിന്റെ PRO ആണ്. അവിടെ ഹോസ്പിറ്റലിൽ വെള്ളം കയറിയിരുന്നു. സന്തോഷ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് തൃശ്ശൂരിൽ ഉണ്ടായത് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ? ഞങ്ങളുടെ ആശുപത്രിയില് ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയോടുകൂടി ശക്തമായ മഴ തൃശ്ശൂരിൽ മഴ പെയ്യാണ്ടായി. ഈ മഴ പെയ്ത വെള്ളം ഈ ആശുപത്രിയുടെ 2 ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിലെ ഒരു ഭാഗത്ത് അക്വാട്ടിക് കോംപ്ലക്സിനോട് സമീപത്ത് ചേർന്ന ആ ലൈനില് കോർപ്പറേഷൻ കാനയും അതോടൊപ്പം ഫ്രണ്ടിൽ കടന്നു പോകുന്ന PWDയുടെ കാനയും. ഈ കാനയിലൂടെ പോകുന്ന വെള്ളം എല്ലാം ആശുപത്രിക്കകത്തേക്ക് ഇരച്ചു കയറാൻ 2018 പ്രളയത്തിനെ പോലും ഇത്ര ഭയാനകമായ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എന്താണെങ്കിൽ ഈ വെള്ളം മുഴുവൻ ഒന്നിച്ച് ഇവിടുത്തെ കാനകളുടെ ശാസ്ത്രീയമായിട്ടുള്ള ഇതുണ്ട്, അതിലൊക്കെ
നമ്മുടെ പ്രദേശത്തേക്ക് എല്ലാ ഭാഗത്തു നിന്നുള്ള വെള്ളം തടിച്ചു കയറലും ഞങ്ങളുടെ ആശുപത്രിയുടെ കാഷ്വാലിറ്റി ഉൾപ്പെടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ, എക്സ്റേ, ഫാർമസി, ഫയലുകൾ അങ്ങനെ തുടങ്ങി എല്ലാ ഞങ്ങളുടെ താഴെ നിലയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വെള്ളം കയറി മുട്ടിനു മീതെയാണ് വെള്ളം കയറി നശിച്ചൊരു സാഹചര്യം ഉണ്ടായത്. വളരെ രോഗികള് കാഷ്വാലിറ്റിയിലുണ്ടായിരുന്നു. ആ രോഗികളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ 1ാം നിലയിലുള്ള വാർഡിലേക്ക് മാറ്റി. അതോടൊപ്പം തന്നെ ഞങ്ങള് വളരെ പെട്ടെന്ന് ഈ വെള്ളം എരച്ചു കയറുക എന്നുള്ളത് റോഡിൽ നിന്നാണ് ഞങ്ങളുടെ ആശുപത്രിക്കകത്തേക്ക് വെള്ളം പ്രവേശിച്ചിരുന്നത്. ഒരു രക്ഷയില്ല. വാഹനങ്ങള് ഇവിടെ വന്ന രോഗികളുടെ ബന്ധുക്കളുടെ വാഹനങ്ങള് അങ്ങനെ തുടങ്ങി ആശുപത്രിയുടെയും കാറ്, ഡോക്ടർമാരുടെ കാറുകള് എല്ലാം വെള്ളം കയറി നശിച്ച് എന്താ ഒരു വളരെ ഭയാനകമായ. അതിന് തൊട്ടപ്പുറത്ത് പിറകിലുള്ള അക്വാട്ടിക് ലൈൻ എന്ന് പറഞ്ഞ 15ഓളം വീടുകളുണ്ട്. ആ വീടുകളിലേക്കും വെള്ളം കയറി വളരെ പരിതാപകരമായ അവസ്ഥയാണ്. നമ്മൾ ഈ വിഷയത്തില് കോർപ്പറേഷൻ അധികാരികളോടും അതുപോലെ തന്നെ PWD അധികാരികളോടും സമയാസമയങ്ങളിൽ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിനൊരു പരിഹാരം കണ്ടേ മതിയൂ. ഞങ്ങളെ 36 വർഷം കഴിഞ്ഞ ഒരു ആശുപത്രിയാണിത്. ഞങ്ങൾക്ക് ഇത്രമാത്രം വലിയ ഒരു പ്രതിസന്ധി ഇത്രയും കാലയളവിൽ ഉണ്ടായിട്ടില്ല. ഇത് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാര നേതൃത്വങ്ങളും ഉദ്യോഗസ്ഥരും ഇടപെട്ട് വളരെ കുറച്ചു സമയം മുമ്പ് PK ഷാജൻ, അദ്ദേഹം CPM-ന്റെ കൗൺസിലറാണല്ലോ തൃശൂർ കോർപ്പറേഷനിലെ, കാര്യങ്ങളൊന്നും ഇനി പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അത് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ താങ്കൾ? ഞാൻ അധികാരികള് നൽകുന്ന ഉറപ്പുകൾ യാഥാർത്ഥ്യമായാൽ മാത്രമേ ഞങ്ങളത് പരിഹരിക്കപ്പെട്ടു എന്ന് കരുതുന്നത്. ഇവിടെ എന്താ പറയാ, മാനസികവുമായി ശാരീരികവുമായി തളർന്നു വരുന്ന രോഗികളാണ്. ഞങ്ങളുടെ ആശുപത്രിയില് 350ഓളം ബെഡുള്ള ഒരു ആശുപത്രിയിൽ വരുന്ന ആശുപത്രിയിൽ ലിഫ്റ്റിന്റെ ഉള്ളിൽ വെള്ളം കയറിയാൽ നമുക്കൊരു രോഗിയെ പോലും മുകളിലേക്ക് എത്തിക്കാം. മറ്റത് വളരെ ഭയാനകമായ അവസ്ഥയുണ്ട് പലപ്പോഴും ഉണ്ടാവുന്നത്. ഇത് പരിഹരിച്ചാൽ മാത്രമേ യാഥാർത്ഥ്യമാക്കി. ഇതിന് കോർപ്പറേഷന്റെ ഇതിനേക്കാൾ ഉപരിയായി ആശുപത്രിയുടെ മുന്നിലൂടെ കടന്നു പോകുന്ന കാന, അത് താഴ്ന്നു കിടക്കുന്ന സ്ലാബ് പലതവണയായി ആവശ്യപ്പെടുന്നു. അതൊക്കെ അടിയന്തിരമായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ബന്ധപ്പെട്ട മാനേജ്മെന്റ് ഇന്ന് നേരിൽ കാണുകയുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട തൃശ്ശൂരിന്റെ മന്ത്രിയോട് പറയുകയുണ്ടായി. ഇതൊക്കെ ബന്ധപ്പെട്ട മേയറോട് ആവശ്യപ്പെടേണ്ട നമ്മളെല്ലാ അധികൃതരോടും നിരന്തരം PK ഷാജൻ ടെലിഫോൺ ലൈനിൽ വീണ്ടും ചേരുകയാണ്. ഷാജൻ, ഇപ്പോൾ അശ്വിനി ഹോസ്പിറ്റലിന്റെ PRO പറയുന്നത് താങ്കൾ നേരത്തെ നൽകിയ ഉറപ്പുണ്ടല്ലോ, അത് പ്രാവർത്തികമാകുമെന്നുള്ള ഒരു വിശ്വാസം കിട്ടിയിട്ടില്ല എന്നാണ്. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഇനി പ്രശ്നമുണ്ടാകില്ല, ഇനി ഒരു മഴ പെയ്താൽ ഇന്നലത്തെ പോലെ ഒരു സംഭവം തൃശ്ശൂരിൽ ഉണ്ടാവുകയില്ല എന്ന്. ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ചത് അശ്വിനി ഹോസ്പിറ്റലിന്റെ PRO-യാണ്. അദ്ദേഹം പറയുന്നത് ആ ഉറപ്പ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല ഇതെന്നാണ്. അവരിപ്പോഴും പേടിക്കുന്നു. അത് ഇന്നലെ ആ വെള്ളം കയറിയത് ഒരു ഭയപ്പാടുണ്ടായിട്ടുണ്ട്. ആ ഭയപ്പാടിൽ കോർപ്പറേഷൻ നന്നായി ഇടപെട്ടതായിട്ട് PRO-ന് മനസ്സിലായിട്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാത്രി 12 മണിയോടുകൂടി തന്നെ ഒരു സംഘം വന്ന് സ്ലാബുകളെല്ലാം പൊളിച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ അഴുക്കുകളുണ്ടായിരുന്നു. അതെല്ലാം തീർത്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ആശുപത്രി പ്രവർത്തിക്കാൻ തന്നെ കഴിഞ്ഞത്. അപ്പൊ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ JCB വെച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നേരത്തെ സംശയം തോന്നും, കാരണം എന്താ വെച്ചാൽ ഇത്രയേറെ പ്രശ്നം ഉണ്ടായപ്പോൾ അവർക്കൊരു ഭയപ്പാടുണ്ടാവും. ഭയപ്പാട് തീർക്കാൻ കോർപ്പറേഷന് ബാധ്യതയുണ്ട്. നമ്മൾ അതിനാവശ്യമായിട്ടുള്ള സന്നാഹങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 100% എല്ലാം വന്നാൽ പരിഹരിക്കും എന്ന് ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമാക്കിയത്. കോർപ്പറേഷൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 26-ാം തീയതി മുഴുവൻ വാർഡുകളിലും സ്ഥലങ്ങളിലും ആളുകളെയും മെഷീനറി ഉപയോഗിച്ചുള്ള ശുചീകരണ പ്രവർത്തനത്തിന് തയ്യാറെടുക്കുകയാണ്. ഇനി എവിടെ വെള്ളക്കെട്ട് വന്നാലും അപ്പൊ തന്നെ ഇടപെടാൻ RRTയെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. സന്നദ്ധ സേനയെയും തയ്യാറാക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരും അതിന് നല്ല നിലയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, ശ്രീ സന്തോഷ്, ഇത് തൽക്കാലം വിശ്വസിക്കാം അല്ലേ? നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോ പ്രതികരിച്ച ഒരാളാണ് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജേട്ടൻ. ഇന്നലെ രാത്രി ബന്ധപ്പെട്ട അധികൃതർ വരികയുണ്ടായി. നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആശങ്ക രേഖപ്പെടുത്തുന്നത്. നമ്മള് ഇവരില് പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ നമുക്ക് ആരും
എല്ലാവരുടെയും മെച്ചപ്പെട്ട സേവനം കിട്ടിയാൽ മാത്രമേ അത് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് വരുന്നവർക്ക് വ്യക്തമായ ഒരു സാന്ത്വനം നമുക്ക് പകരാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭയപ്പെടുത്തുന്നത്. ശരി ശരി സന്തോഷ്. ശരി ശ്രീ പി കെ ഷാജൻ. ദീപ്തി മേരി വർഗീസ്, ഇപ്പോൾ ഇതൊരു വലിയ ദുരന്തമാണ് അവിടെ ഒഴിവായത്. ആശുപത്രിയിൽ വെള്ളം കയറുക എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായ ഒരു കാര്യമല്ല. നിരവധി രോഗികൾ അവിടെ ഉണ്ടായിരുന്നു, നടക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനേക്കാൾ വലുതായി പോയേനെ, പക്ഷേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ തൃശ്ശൂരിലെ നഗരസഭ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഷാജന ഉറപ്പുകൾ നൽകുന്നുണ്ട്, അത് സന്തോഷ് പറയുന്നുമുണ്ടായിരുന്നു, ഇവർ വന്നിരുന്നു, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന്. പക്ഷേ കൊച്ചി കോർപ്പറേഷൻ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. അതൊരു രാഷ്ട്രീയ ആരോപണം എന്ന് പറയാം. കാരണം താങ്കൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ആയതുകൊണ്ടും പ്രതിപക്ഷ കൗൺസിലർ ആയതുകൊണ്ടും. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയല്ല. കോർപ്പറേഷൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത്, അത് ചെയ്തേ തീരൂ എന്ന്. മഞ്ജുഷേ, കോർപ്പറേഷൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം ഇതല്ലായിരുന്നു, 2 മാസം മുമ്പായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, തൃശ്ശൂർ അദ്ദേഹം കൊടുത്ത ഉറപ്പിന്റെ കാര്യത്തെക്കുറിച്ചൊന്നും ഞാനൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അത് തൃശ്ശൂരിലെ ആളുകൾ തന്നെ അനുഭവിച്ച് തീർക്കട്ടെ. അത് അതിൻ്റെ അകത്ത് ഇപ്പം എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ അദ്ദേഹം ഉറപ്പ് കൊടുക്കുമ്പോൾ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോൾ ആശുപത്രിയുടെ ഉള്ളിൽ കയറി താങ്കൾ പറഞ്ഞതുപോലെ ഏറ്റവും ഭയാനകമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടാകേണ്ട ഒരു സന്ദർഭമാണ് ആശുപത്രിയിൽ രോഗികൾ കിടക്കുന്നിടത്തേക്ക് വെള്ളം ഇരച്ചു കയറുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് അവിടെ എന്താണ് പ്രത്യേക സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് ഈ പറയുന്ന ഇപ്പോൾ പറഞ്ഞ കൗൺസിലറും പറയുന്നില്ല. അവിടെ പ്രത്യേകിച്ചൊരു വലിയ മഴ ഉണ്ടായി എന്നൊന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഏതെങ്കിലും കാലാവസ്ഥ വിദഗ്ധരോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടില്ല. സാധാരണ പെയ്യുന്ന പോലെ ഇതേപോലുള്ള ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാവുമ്പോൾ മഴ പെയ്യാറുണ്ട്. അതുപോലുള്ള മഴ മാത്രമാണ് പെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇത് ആശുപത്രി മാത്രമല്ല, ഇപ്പോൾ കൊച്ചി നഗരത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നറിയാം. ഇവിടെ എത്രയോ ആളുകൾ, നമ്മൾ തന്നെ എല്ലാ മാധ്യമങ്ങളിലൂടെയും കണ്ടു, എത്രയോ സ്ത്രീകളും കുട്ടികളും ഒക്കെ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും എടുത്തുകൊണ്ട് ഇറങ്ങേണ്ടി വരികയാണ്. അപ്പോൾ ഒരു മഴ വരുമ്പോൾ തന്നെ അവർ വീട് വിട്ടിറങ്ങേണ്ട ഒരു സാഹചര്യം. പണ്ടൊക്കെ നമുക്കറിയാം, ഈ കടലിനടുത്ത് താമസിക്കുന്ന ആളുകൾക്കായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്, കടൽ അടിച്ചു കയറുന്നു എന്ന് പറഞ്ഞ്. ഇപ്പോൾ അങ്ങനെയല്ല. നഗരപ്രദേശത്തിൽ, നഗരത്തിന്റെ ഹൃദയഭാഗത്ത് താമസിക്കുന്നവർ, കാക്കനാട് എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്ന് എത്രയോ അകലെയുള്ളതാണ്. സാമാന്യം കുറച്ച് ഹില്ലി ഏരിയയാണ്, കുറച്ച് ഉയർന്ന പ്രദേശമാണ്. അവിടെ പോലും വെള്ളക്കെട്ടാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, വീടുകളിൽ നിന്ന് ആളുകൾക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുന്നു. ഇനിയിപ്പോൾ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കും, കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടതാണ്, അവർക്ക് വീടുകളിൽ നിന്ന് സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ വരും. ഇതെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, നഗരങ്ങളിലായാലും ഇപ്പോൾ മുനിസിപ്പാലിറ്റികളിലായാലും ഒക്കെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുവാൻ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ അകത്തിപ്പോൾ ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്നത് കൊണ്ട് മാത്രമല്ലല്ലോ ഇത് പറയുന്നത്. നമ്മളുടെ നേർക്കാഴ്ചയല്ലേ നമ്മൾ പറയുന്നത്, നമ്മൾ അനുഭവിക്കുന്നതല്ലേ നമ്മൾ പറയുന്നത്. നമ്മുടെ കുട്ടികളും നമ്മുടെ ഇവിടെയുള്ള സാധാരണക്കാരായ കുടുംബാംഗങ്ങൾ, ഇപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്തിപ്പോൾ പണമുള്ളവരോ സാമ്പത്തികമായി ഉയർന്ന സ്ഥിതിയിലുള്ളവരോ താഴ്ന്ന സ്ഥിതിയിലുള്ളവരോ ഒന്നും തമ്മിലുള്ള യാതൊരു വ്യത്യാസമില്ല കേട്ടോ. ഇവിടെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് പുറകിൽ താമസിക്കുന്ന, ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ വന്നു നോക്കിയാൽ അറിയാം, ഇവിടെ കാറൊക്കെ വന്നു കഴിഞ്ഞാൽ മുങ്ങിപ്പോകും. കാറിന്റെ പകുതിയോളം വെള്ളമാണ്. മഞ്ജുഷൻ അറിയാവുന്ന സ്ഥലമായിരിക്കും, ഇവിടെ എറണാകുളംകാർക്ക് അറിയാം അത്. അപ്പോൾ വാഹനം പോലും ഓടാൻ കഴിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കലൂർ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ലിങ്ക് റോഡ് എന്ന് പറയുന്നത്, അവിടെ വാഹനം പോലും ഓടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി, സാമ്പത്തിക വ്യത്യാസങ്ങൾക്കും ഒക്കെ അതീതമായി എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു ദുരന്തം അനുഭവിക്കുമ്പോൾ പോലും നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഇപ്പോഴും ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുവാൻ, ജനങ്ങളോട് എന്താണ് സംഭവിച്ചത് വിശദീകരിക്കേണ്ട, എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. എന്നാൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പോലും പറയാൻ കഴിയാത്ത ഏറ്റവും ദുരന്തം ഉള്ള ഒരവസ്ഥയിലാണ് ഇന്ന് നഗരങ്ങൾ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അവസാനമായി ശ്രീ രാജഗോപാൽ കമ്മത്ത്, നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു, താങ്കൾ കേട്ടിരുന്നില്ല. ഇനിയൊരു സമയം കിട്ടുമോ ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വേണ്ടി? ഞാൻ ചോദിച്ചത്, ഇപ്പോഴത്തെ ഈ മഴ പെയ്തു തീർന്നിട്ട് ഇനി ഇടോപ്പാതിക്ക് മുൻപായിട്ട് വെയിൽ ദിവസങ്ങൾ നമുക്കുണ്ടാകുമോ? അങ്ങനെ ഒരു പ്രവചനം ഇപ്പോൾ സാധ്യമാണോ? അതോ തുടർച്ചയായിട്ട് മഴ തന്നെ ആയിരിക്കുമോ?
ശ്രീ രാജഗോപാൽ കമ്മത്ത് കേൾക്കുന്നുണ്ടോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ കോർപ്പറേഷനുകൾ. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആയാലും കൊച്ചി ആയാലും തൃശ്ശൂരായാലും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഒരു ദുരന്തത്തിലേക്ക് പോകാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ആ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഒറ്റ മഴയിൽ തന്നെ കൊച്ചി നഗരം മുങ്ങിയത്, തിരുവനന്തപുരം നഗരത്തിൽ നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതി, തൃശ്ശൂരിൽ ആശുപത്രിയിൽ പോലും വെള്ളം കയറുന്നത്. ഇത് ഒഴിവാക്കിയേ തീരൂ. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: പ്രളയം നേരിടാൻ കേരളം സജ്ജമായിട്ടുണ്ടോ? ഉണ്ടെന്ന് 21% പ്രേക്ഷകർ മാത്രമാണ് വിശ്വസിക്കുന്നത്. പ്രളയം നേരിടാൻ കേരളം സജ്ജമായിട്ടില്ലെന്ന് 77% പ്രേക്ഷകർ. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.